നമസ്കാരം. ഡെവിൾ ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് കേട്ടിട്ടില്ലേ? യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വന്നു തുടങ്ങുന്നു. ശൈലിംഗം ആരംഭിക്കുന്നു. ജിയോ പൊളിറ്റിക്സിൽ എന്ത് സംഭവിച്ചാലും ഇന്ത്യയും ബാധിക്കും, ചൈനയും ബാധിക്കും, അമേരിക്കയും ബാധിക്കും. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ ഉള്ള രാജ്യങ്ങളെന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് എനർജി സെക്യൂരിറ്റി നേരിട്ട് ബാധിക്കുന്ന വിഷയമാണിത്. അതിപ്പോൾ തന്നെ ഏകദേശം 60 രൂപയാണെന്ന് തോന്നുന്നില്ല. LPGക്ക് 60 രൂപ കൂട്ടിയ വാർത്ത വന്നു. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഗ്ലോബൽ സിറ്റുവേഷൻ, ജിയോ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ മാറുമ്പോൾ തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് കേന്ദ്രം സംസ്ഥാനം ആർക്കായാലും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ബദൽ ഫ്യൂവൽ, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന സർക്കാരുകൾക്ക് എപ്പോഴും അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി ഉണ്ടാവണം. ദർ ഇസ് നോ പ്ലാനറ്റ് ബി എന്ന് പറഞ്ഞൊരു വലിയ പ്രശസ്തമായ ഒരു പ്രചരണമുണ്ട്. ഇവിടെ പ്ലാൻ ബി ഉണ്ട്. അങ്ങനെയുള്ള പ്ലാൻ ബിയെ കുറിച്ച് നിശബ്ദമായിരിക്കുക, കമാന്നൊരക്ഷരം മിണ്ടാതിരിക്കുക. പെട്ടെന്ന് ഗ്യാസിനങ്ങ് വില കൂട്ടുക. ഇനിയിപ്പോൾ പെട്രോളിനും വില കൂടും. എത്ര പെട്ടെന്നാണ്! ഞാനൊക്കെ 100 രൂപയ്ക്കായിരുന്നു പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നത്. സ്കൂട്ടർ കൊണ്ടുപോയി 100 രൂപയ്ക്ക്. ഇപ്പൊ ആ 100 രൂപ വിട്ടോ 200 രൂപ ഒരു ദിനചര്യയായി മാറി. ഇവിടെ അതുപോലെ നേരിട്ട് വിഷയങ്ങളിലോട്ട് വരികയാണ്. അതാണ് ഡെവിൾ ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. ദർ ആർ കറന്റ്ലി അറൌണ്ട് 38,000 വെസ്റ്റ് ഏഷ്യ ബൗണ്ട് കണ്ടെയ്നേഴ്സ് സ്ട്രാൻഡഡ് അക്രോസ് ദ കൺട്രി. രാജ്യം മുഴുവനുമായിട്ട് ഏകദേശം 38,000 ഈ ഗൾഫിലോട്ട് പോകേണ്ടത് മാത്രമാണ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ വരുന്നില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഇറാഖ്, ഇത്രയും പേർക്കാണ് ഉപരോധം ഉള്ളത്. ഇവർക്കുള്ള കണ്ടെയ്നറുകൾ 38,000 കണ്ടെയ്നേഴ്സ് ആണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അത് ഏതൊക്കെയാണ്? അതിൽ ഓഫ് ദീസ് 3,000 കണ്ടെയ്നേഴ്സ് കണ്ടെയ്ൻ ദ പ്രീമിയം ബസ്മതി റൈസ്. നമ്മുടെ പഞ്ചാബിൽ നിന്നൊക്കെ വരുന്നതായിരിക്കാം. Of these 3,000 containers contain the premium basmati rice, while 1,000 containers are loaded with bananas and grapes that are prone to perish if not promptly disposed of. എത്രയും പെട്ടെന്ന് അത് മാർക്കറ്റിൽ എത്തിയില്ലെങ്കിൽ ഈ സാധനങ്ങൾ മുഴുവൻ ചീത്തയായി പോകും. അരിക്കും കേടുവരും. ഇവിടെ പ്രത്യേകിച്ച് പഴവർഗ്ഗവും അല്ലെങ്കിൽ ഗ്രേപ്സും പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ചൂട് സമയം കൂടിയാണ്. ഇത് ഫുൾ ടൈം AC കണക്റ്റഡ് അല്ലെങ്കിൽ ഇതെല്ലാം എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള 1000 കണ്ടെയ്നേഴ്സിലാണ് വാഴപ്പഴവും ഗ്രേപ്സും അടങ്ങി. അപ്പോൾ ഇത് സാധാരണ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അവരുടെ സാധനങ്ങൾക്ക് ഇപ്പം തന്നെ വില കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എക്സ്പോർട്ടിന് വേണ്ടി കരുതി കൃഷി ചെയ്തിരിക്കുന്ന ആളുകളോടെല്ലാം പറയാം, ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട. എടുത്തിരിക്കുന്ന സാധനങ്ങളിൽ 1000 കണ്ടെയ്നർ പോർട്ടുകളിൽ കിടക്കുകയാണ്. നേരിട്ട് നമ്മുടെ കർഷകരെ ബാധിച്ചു തുടങ്ങി. ഇന്നലെ ചേർന്ന DG ഷിപ്പിംഗിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന ഒരു യോഗത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. വി ആർ ഇൻ ടോക്സ് വിത്ത് DG ഷിപ്പിംഗ് ആണ്. വി ആർ ഇൻ ടോക്സ് വിത്ത് ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻസ് ടു ടേക്ക് പെരിഷബിൾ കാർഗോ ടു ദുബായ്, സൗദി അറേബ്യ ഓർ ഒമാൻ. ഗവൺമെന്റ് ഒഫീഷ്യൽസ് വ്യക്തമാക്കുകയാണ്. ഈ ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പ്രത്യേകിച്ച് പെരിഷബിൾ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് ദുബായ്, സൗദി അറേബ്യ ഓർ ഒമാൻ. ഒമാനിലോട്ട് പോകാൻ ബുദ്ധിമുട്ടില്ല. ഒമാനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റോഡ് മാർഗം സൗദി അറേബ്യയിലോട്ടും ദുബായിലോട്ടും ചെല്ലാം. സൗദി അറേബ്യയിൽ ജദ്ദ പോർട്ടുണ്ട്, കിങ് അബ്ദുള്ള പോർട്ടുണ്ട്. നമുക്ക് നേരിട്ട് സർവീസ് ഉണ്ടായിരുന്ന 2 പോർട്ടുകളാണ്. അങ്ങോട്ടും എത്തിക്കാം. പിന്നെ ഒമാനിന് സലാല നേരിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കപ്പൽ കമ്പനികൾ മടിച്ചു നിൽക്കുകയാണ്, കൊണ്ടുപോകുന്നില്ല. കാരണം ഇവയ്ക്ക് മാത്രമായിട്ട് ഓടാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന 1000 കണ്ടെയ്നേഴ്സ് മാത്രം എടുത്തുകൊണ്ട് ഒരു കപ്പലിന് പോകാൻ പറ്റില്ലല്ലോ. കപ്പലിന്റെ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കപ്പലിന്റെ കപ്പാസിറ്റി നിറയുന്ന തരത്തിലുള്ള ചരക്കുണ്ടെങ്കിലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണ്ടെയ്നർ കപ്പലുകൾ ഈ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടണമായിരുന്നു. എന്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ചെയ്യുന്നില്ല? കാര്യമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കണ്ടെയ്നർ വെസലുകളില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻസിനോട് അഭ്യർത്ഥിക്കേണ്ടി വരുന്നത്. ഇതും പാഠം 2 ആണ്. എക്സ്പോർട്ടേഴ്സ് ഓൾസോ സൂട്ട്, ഇത് കയറ്റി അയക്കുന്ന ആളുകളുടെയും ആവശ്യമുണ്ട്. എക്സ്പോർട്ടേഴ്സ് ഓൾസോ സൂട്ട് ഈസിയർ ബാക്ക് ടു ഹോം പെർമിറ്റ്സ് ഫോർ സെല്ലിംഗ് ദെയർ സ്ട്രാൻഡഡ് കാർഗോ ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇതെല്ലാം പ്രോസസ്സും കഴിഞ്ഞ്
കണ്ടെയ്നറിലാക്കി കപ്പൽ കമ്പനികളെ ഏൽപ്പിച്ച് പോർട്ടിലിരിക്കുന്ന ചരക്ക് കാർഗോ തിരിച്ചെടുക്കാനെങ്കിലും പെർമിഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നഷ്ടം കുറച്ചെങ്കിലും കുറച്ചുകൊണ്ട് ആഭ്യന്തര വിപണിയിൽ ഇവയൊക്കെ എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കാൻ ശ്രമിക്കാം എന്നുള്ളൊരു അഭ്യർത്ഥനയും അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നു. എന്തായാലും മറ്റ് രാജ്യങ്ങളുടെ വിപണികളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വലിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് ലോകത്തെവിടെ സംഭവിക്കുന്ന ഇതുപോലുള്ള സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇന്ത്യയെ ബാധിക്കും. ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഭാവി പ്രവർത്തനങ്ങൾക്കും പ്ലാനിങ്ങിനുമൊക്കെ ബന്ധപ്പെട്ടവർ തയ്യാറെടുക്കേണ്ടത്. ഇനി ഇന്നലത്തെ ക്രൂ ചേഞ്ച് ആരോപണത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണോ എന്നറിയില്ല, അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും എഴുതിയതാണോ എന്നറിയില്ല, ഒരു വിശദീകരണം ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ക്രൂ ചേഞ്ച് അറ്റ് ആങ്കറേജ് ഇസ് നോട്ട് അലൗഡ്. ഇപ്പോഴും അലൗഡ് അല്ല. ദേ വെന്റ് ടു കോർട്ട് ആൻഡ് ദ കോർട്ട് ഹാസ് അക്സെപ്റ്റഡ് ദിസ് സ്റ്റാൻഡ്. ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് പറ്റില്ല എന്നുള്ളതിനെതിരെ ഇത് നടത്തിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ സ്റ്റീമർ ഏജൻസ് അസോസിയേഷൻ കോടതിയിൽ പോയി. കോടതിയിലും അവരുടെ വാദം അംഗീകരിച്ചില്ല. ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് നടത്താൻ പറ്റില്ല. വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ചേഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ടിൽ ദെൻ നോ ചേഞ്ച്. എല്ലാ വിനയത്തോടെയും സെയിലിംഗ് കമന്ററി ചോദിക്കുകയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട്, നിങ്ങൾ ഈ നോ പറയുന്നു, ഇപ്പോഴും ഇത് സാധ്യമല്ല, ടിൽ ദെൻ നോ ചേഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റൊരു പോർട്ടിൽ ക്രൂ ചേഞ്ച് നടന്നത്? നിങ്ങൾ അതിനും വിശദീകരണം നൽകണ്ടേ? നിങ്ങൾക്കിവിടെ നോ പറയാൻ പറ്റും. TRVയിൽ നിങ്ങൾക്ക് നോ പറഞ്ഞെങ്കിൽ TRVയുടെ തൊട്ടടുത്തുള്ള ഇന്ത്യയിലെ നിയമങ്ങൾ ബാധകമായ കോടതി വിധി ബാധകമായ മറ്റൊരു പോർട്ടിൽ എങ്ങനെയാണ് ക്രൂ ചേഞ്ച് നടന്നത്? അതിനും കൂടെ നിങ്ങൾ വിശദീകരണം നൽകാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മറുപടി പറയുന്ന ആളുകൾ അതിനും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോ ഇതൊരു TRV എന്താണ്? വഴിയിൽ കടന്നൊരു കുഞ്ഞ് എടുത്തു വളർത്തിയ ഒരു കുഞ്ഞായതുകൊണ്ടാണോ ഇവിടെ എന്ത് പോക്കൃത്തരവും കാണിക്കാം, എന്ത് തിട്ടൂരവും കാണിക്കാം എന്നുള്ള ശൈലി? ഇതേ നയം എല്ലാ പോർട്ടിനും ബാധകമല്ലേ? അവിടെ എങ്ങനെയാണ് ഈ കോടതി വിധിയും നിയമങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ക്രൂ ചേഞ്ച് നടന്നത്? അതുകൊണ്ട് ഞങ്ങളെ എന്തെങ്കിലും കാണിച്ച് പൊട്ടരാക്കാം എന്ന് കരുതണ്ട എന്ന് മാത്രമാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. രണ്ടാമത് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മളെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം, ഫെബ്രുവരി 7-ാം തീയതിയാണ് തായ്ലൻഡിൽ സീ ലോയ്ഡ് ആർക്ക് എന്ന് പറയുന്ന കപ്പൽ, നമ്മുടെ അതേ സാഹചര്യമായിരുന്നു, എൽസാത്രിയുടെ അതേ സാഹചര്യത്തിലാണ് വെള്ളം അകത്ത് കയറി താഴ്ന്നു പോയത്. ഫെബ്രുവരി 7-ാം തീയതി നടന്ന സംഭവത്തിൽ മാർച്ച് 7-ആയിട്ടും തായ്ലൻഡ് ഗവൺമെന്റ് ഹാസ് നോട്ട് പബ്ലിക്ലി അനൗൺസ്ഡ് എനി സ്പെസിഫിക് പണിഷ്മെന്റ് ഇമ്പോസ്ഡ് ഓൺ സീ ലോയ്ഡ് ആർക്ക് ഷിപ്പ് മാനേജ്മെന്റ് യെറ്റ്. ഒരു നിയമ നടപടിയും ഒരു പണിഷ്മെന്റും തായ്ലൻഡിൽ നടത്തിയിട്ടില്ല. ഇവിടെ എന്തൊരു വേഗതയായിരുന്നു! ഇവിടെ അതിവേഗം ബഹുദൂരം എന്നൊക്കെ കേൾക്കുന്നത് പോലെ കപ്പലിനെ അറസ്റ്റ് ചെയ്യുക, പുറംകടലിലിട്ടിരിക്കുക, പണിഷ്മെന്റ്, കോടതിയിൽ കോടികൾ കെട്ടിവെക്കാൻ ആവശ്യപ്പെടുക, അവരെ കൊണ്ട് ബാങ്ക് ഗ്യാരണ്ടി ആണെങ്കിലും കെട്ടിവയ്പ്പിക്കുക. ലോകം എങ്ങനെ പോകുന്നു എന്നെങ്കിലും പൊട്ടക്കുളത്തിലെ തവളകൾ മനസ്സിലാക്കിയിരുന്നാൽ അത്രയും നല്ലത്. നമ്മുടെ തുറമുഖത്ത് വന്ന ഈ ദിവസങ്ങളിൽ വന്ന് നമ്മൾ ആഗോള വർത്തമാനം പറയുന്നതിനിടയ്ക്ക് ലേ ഹാവ്രെ, ട്രിവാൻഡ്രം, റിയോ ഡി ജനീറോ, ബ്രസീൽ പോകുന്നത് വെറും 16 ദിവസം. കഴിഞ്ഞ ദിവസം പോയി, കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെട്ടു. ലേ ഹാവ്രെ, ട്രിവാൻഡ്രം, റിയോ ഡി ജനീറോ, ബ്രസീൽ വെറും 16 ദിവസം. ഇപ്പൊ ബർത്തിലുണ്ട് അഗിയോസ് ദിമിത്രിയോസ്. ഇപ്പൊ ബർത്തിലുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് നേരിട്ട്, ഇവിടെ ആരോ ചിലർ ചോദിച്ചിട്ടുണ്ട്, ന്യൂയോർക്കിൽ അല്ല TRVയിലല്ല നേരിട്ട് കപ്പലുകൾ വരുമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് നേരെ TRVയിലെത്തി 29 ദിവസം. ഇതേ ദൂരത്തിൽ ഇവിടെ നിന്ന് പോകുന്ന എത്രയാണ്? 60, 70, 80 ദിവസങ്ങൾ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് കണക്കുകൾ സെയിലിംഗ് കമന്ററി അവതരിപ്പിക്കുന്നത്. ഒരു ചെറിയ കാര്യം കൂടി ഈ ദിവസങ്ങളിൽ പറയണം, കാരണം പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. ഒരു രാജേഷാണ് മംഗലപുരത്ത് നിന്ന്, ട്രിവാൻഡ്രത്തൊരു മംഗലപുരമുണ്ട്, മംഗലപുരം രാജേഷ് എഴുതുന്നു, നവകേരള സർവേ എടുക്കുന്ന പ്രതിനിധി വന്ന് 4 ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന് വികസനത്തെക്കുറിച്ചായിരുന്നു. ഞാൻ തലസ്ഥാന ജില്ലയ്ക്ക് ഒരു വികസനവും വന്നില്ല,
വിഴിഞ്ഞം തുറമുഖ അധിഷ്ഠിതമായി ഒരു വ്യവസായത്തിനും നിർദ്ദേശം പോലുമില്ല, തൊഴിലവസരങ്ങളും ഇല്ല എന്ന മറുപടി നൽകി. വളരെ നല്ല കാര്യം. ഇതുപോലെ റിയാക്ട് ചെയ്യണം. തലസ്ഥാനത്തോട് കാണിക്കുന്ന, ഇപ്പോൾ ഇവിടുത്തെ ക്രൂ ചേഞ്ചിനോട് കാണിച്ച അനീതി ഉണ്ടല്ലോ, അതുപോലുള്ള അനീതി നിരവധി നടക്കുന്നു. നിക്ഷേപങ്ങളില്ല, വ്യവസായത്തിന് വേണ്ട അന്തരീക്ഷമില്ല. തിരഞ്ഞെടുപ്പിന് വരും, വോട്ട് ചോദിച്ചു വരുമ്പോഴും ഇതേ നിലപാട് തന്നെ നവകേരള സർവേക്ക് വരുന്നവരോടും കൃത്യമായ ചോദ്യങ്ങളും മറുപടികളും നൽകണം എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിയുടെ അഭ്യർത്ഥന.